പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസിസ്റ്റേഴ്സ് ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ റെസിസ്റ്റേഴ്സ് സീരീസായി കണക്ട് ചെയ്യുന്ന സമയത്ത് ആ സർക്യൂട്ടിലൂടെയുള്ള കറണ്ടിനും പൊട്ടൻഷ്യൽ ഡിഫറൻസിനും സർക്യൂട്ടിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിനും ഉണ്ടാകുന്ന മാറ്റം വളരെ വ്യക്തമായി പഠിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ്, ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലവും തന്നിരുന്നു. എല്ലാവരും അത് ചെയ്തു കാണും എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ശരിയായ ഉത്തരം ഇതാണ്. എല്ലാവരും തന്നെ സയൻസ് ഡയറിയിൽ ആവശ്യമായ രേഖപ്പെടുത്തലുകൾ വരുത്തുക. ഇന്ന് നമുക്ക് റെസിസ്റ്റേഴ്സ് സമാന്തര രീതിയിൽ പാരലൽ ആയി ബന്ധിപ്പിക്കുമ്പോൾ ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെയും പ്രതിരോധം ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയും മാറ്റം എന്താണെന്ന് വളരെ വ്യക്തമായി പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ റെസിസ്റ്റേഴ്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയുണ്ടായി. ഇതേത് രീതിയിലാണ് ഇങ്ങനെ ബന്ധിപ്പിച്ചാൽ പറയുക? സമാന്തര രീതി, പാരലൽ മെത്തേഡ്. ഇവിടെ ഈ റെസിസ്റ്റേഴ്സിൻ്റെ സ്വതന്ത്രമായ അഗ്രങ്ങൾ ഒന്നിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്, ഒന്നിച്ച് പൊതുവായി കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇലക്ട്രിക് സോഴ്സ് കണക്ട് ചെയ്യുന്നത് ഈ രണ്ട് അഗ്രങ്ങൾക്കിടയിലാണ്. ഈ രണ്ട് അഗ്രങ്ങൾക്കിടയിലായി ഒരു വൈദ്യുത സോഴ്സ് നമ്മൾ കണക്ട് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു 6 വോൾട്ട് സെൽ ഈ രണ്ട് അഗ്രങ്ങൾക്കിടയിലായി കണക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്നാമത്തെ റെസിസ്റ്ററിന് ഇത് നമുക്ക് വേണമെങ്കിൽ R1, രണ്ടാമത്തേത് R2, മൂന്നാമത്തേതോ R3 എന്നിങ്ങനെ വിളിക്കാം. ഇവിടെ ഓരോ റെസിസ്റ്ററിനും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? ശരിയാണ്, എല്ലാത്തിനും ഒരേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ലഭിക്കും. കാരണം എന്താ? ഇവിടെ നമ്മൾ റെസിസ്റ്റേഴ്സ് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്? സമാന്തര രീതിയിൽ, പാരലൽ മെത്തേഡിൽ എല്ലാ റെസിസ്റ്റേഴ്സിൻ്റെയും പൊതുവായ അഗ്രങ്ങൾ ഒന്നിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ റെസിസ്റ്ററിന് ലഭിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. നമുക്കിത് ബൾബുകൾ ഉപയോഗിച്ച് ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഇവിടെ നോക്കൂ, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഉപകരണമുണ്ട്. ഇതിൽ ഞാൻ 3 ബൾബുകൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. കണ്ടോ? ഇത് 40 വാട്ട് ബൾബാണ്. രണ്ടാമത്തെ ബൾബോ? ഇതും 40 വാട്ടാണ്. മൂന്നാമത്തെ നോക്കൂ, ഇതും 40 വാട്ടാണ്. നമുക്ക് ഈ ബൾബുകളെ ഒന്ന് പ്രകാശിപ്പിച്ച് നോക്കിയാലോ?
ഒന്നാമത്തെ ബൾബ്, 2, മൂന്നാമത്തെ ബൾബ് ഞാൻ പ്രകാശിപ്പിച്ചു. നിങ്ങൾ നോക്കൂ ഈ ബൾബുകളുടെ പ്രകാശ തീവ്രത. എല്ലാം 40 വാട്ട് ബൾബുകളാണ്. പ്രകാശ തീവ്രത കണ്ടുവല്ലോ, എല്ലാത്തിനും ഒരേ പ്രകാശ തീവ്രത. ഇവിടെ ഈ ബൾബുകളെ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലൽ മെത്തേഡിലാണ്, സമാന്തര രീതിയിൽ. ഞാൻ ഒരു 40 വാട്ട് ബൾബ് പ്രത്യേകം കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനൊന്ന് പ്രകാശിപ്പിച്ച് നോക്കുകയാണ്. ഇതാ നോക്കൂ, ഈ ബൾബിൻ്റെ പ്രകാശം നോക്കൂ. അപ്പോൾ ഒരു 40 വാട്ട് ബൾബ് പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്ത് അതിലൂടെ വൈദ്യുതി കടത്തി വിട്ടപ്പോൾ കിട്ടുന്ന പ്രകാശവും ഇവിടെയും നോക്കൂ, ഈ ഉപകരണത്തിലും എല്ലാ ബൾബുകളിൽ നിന്നും കിട്ടുന്നത് സെയിം ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റാണ്. അപ്പോൾ ഇവിടെ ഇതിന് കൊടുത്തത് എത്ര വോൾട്ടാ? ഈ ബൾബിന് കൊടുത്തത് 230 വോൾട്ട്. ഇവിടെ ഓരോ ബൾബിനും ലഭിക്കുന്നത് എത്ര വോൾട്ടാണ്? ഓരോ ബൾബിനും ലഭിക്കുന്നത് 230 വോൾട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാ ബൾബുകളും ഒരേ ഇൻറ്റൻസിറ്റിയിൽ പ്രകാശിക്കുന്നത്. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത ഉള്ളത്, നമുക്ക് ഇങ്ങനെ ബൾബുകളെ കണക്ട് ചെയ്യുമ്പോൾ, അതായത് സമാന്തര രീതിയിൽ പാരലൽ മെത്തേഡിൽ കണക്ട് ചെയ്യുമ്പോൾ, ഇതാ നോക്കൂ, ഞാനൊരു സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ ആ ബൾബ് ഓഫായി, രണ്ടാമത്തെ സ്വിച്ച് ഓഫ് ചെയ്തപ്പോഴോ ആ ബൾബും ഓഫായി, മൂന്നാമത്തെ സ്വിച്ചും ഓഫ് ചെയ്തപ്പോഴോ ആ ബൾബും ഓഫായി. ഇനി നോക്കൂ, ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്യുന്നു, ആ ബൾബ് പ്രകാശിച്ചു. ഈ സ്വിച്ച് ഓൺ ചെയ്യുന്നു, അത് പ്രകാശിച്ചു. ഇതോ പ്രകാശിച്ചു. ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. അതായത് ഈ മെത്തേഡിൽ നമ്മൾ ബൾബുകളെയോ ഇലക്ട്രിക് ഉപകരണങ്ങൾ, ഇലക്ട്രിക് അപ്ലയൻസസ് പാരലൽ മെത്തേഡ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യസ്ത സ്വിച്ചുകൾ ഉപയോഗിച്ച് അവയെ നിയന്ത്രിക്കാൻ സാധിക്കും. അതായത് ഇഫ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ, വി ക്യാൻ കൺട്രോൾ ദം ബൈ യൂസിങ് ഡിഫറൻറ്റ് സ്വിച്ചസ്. ഈ മെത്തേഡിലാണ് നമ്മൾ വീടുകളിൽ വൈദ്യുത ഉപകരണങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമുക്ക് വ്യത്യസ്ത സ്വിച്ചുകൾ ഉപയോഗിച്ച് വീടുകളിലെ വൈദ്യുത ഉപകരണങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. നമുക്കിനി ഇവിടെ ഈ സർക്യൂട്ടിലെ റെസിസ്റ്റൻസിനുണ്ടാവുന്ന മാറ്റം എന്താണ്, ഈ സർക്യൂട്ടിൽ കറണ്ടിന് എന്തെങ്കിലും മാറ്റമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞു. എന്താണ് പഠിച്ചത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓരോ ബൾബിന് ലഭിക്കുന്ന വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. ഇവിടെ ഇപ്പോൾ എന്താ, 3 ബൾബുകൾ ഒരേ പവറിലുള്ളതാണ്. ഞാനിനി ഈ ബൾബുകളുടെ പവർ ഒന്ന് വ്യത്യാസപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് നമുക്കൊന്ന് നോക്കാം. ഒരു ബൾബ്, ഈ ബൾബിൻ്റെ പവർ 100 വാട്ട്. ഇത് കണ്ടല്ലോ, ഇത് 60 വാട്ട് പവറുള്ള ബൾബാണ്. ഇവിടെ 100 വാട്ട് പവറുള്ള ബൾബ് പ്രകാശിക്കുന്നത് നമ്മൾ കണ്ടു, അതിൻ്റെ പ്രകാശ തീവ്രത. 60 വാട്ട് പവറുള്ള ബൾബിൻ്റെ പ്രകാശ തീവ്രത, 40 വാട്ട് പവറുള്ള ബൾബിൻ്റെ പ്രകാശ തീവ്രത. അപ്പോൾ എല്ലാ ബൾബുകളും അതാതിൻ്റെ പവറിൽ പ്രകാശം പുറപ്പെടുവിക്കുകയാണ്. പവർ കൂടിയ ബൾബ് കൂടുതൽ പ്രകാശം, 60 വാട്ടിൻ്റെ കുറച്ചുകൂടി കുറഞ്ഞ പവറുള്ളത് അതിൻ്റെ പ്രകാശം, ഏറ്റവും കുറഞ്ഞ പവറുള്ള 40 വാട്ട് അതിൻ്റെ പ്രകാശം. അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം വ്യക്തമായല്ലോ, എല്ലാത്തിനും ലഭിക്കുന്നത് ഒരേ വോൾട്ടേജാണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, പവർ കുറഞ്ഞ ബൾബിന് പ്രതിരോധം കൂടുതലാണ്. റെസിസ്റ്റൻസ് ഈസ്
more for the bulb of low power. Resistance is less for the bulb of high power. അപ്പോൾ ഇവിടെ 100 വാട്ട് ബൾബ്, 100 വാട്ട് ബൾബിന് റെസിസ്റ്റൻസ് വളരെ കുറവാണ്. ഇവിടെയാണെങ്കിലോ 40 വാട്ട് ബൾബിൻ്റെ കാര്യം എങ്ങനെയാണ്? 40 വാട്ട് ബൾബിന് പ്രതിരോധം കൂടുതലാണ്, പ്രതിരോധം കൂടുതലാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? എല്ലാത്തിലും ഒരേ കറണ്ട് പ്രവഹിക്കുമോ? എന്നാലോചിച്ച് നോക്കൂ. ശരിയാണ്. റെസിസ്റ്റൻസ് കൂടിയതിലൂടെ കുറഞ്ഞ കറണ്ട്, റെസിസ്റ്റൻസ് വളരെ കുറഞ്ഞതിലൂടെ കൂടുതൽ കറണ്ട്. നമുക്കൊരു ചെറിയൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. ഇവിടെ ഇപ്പോൾ 3 ബൾബുകളുണ്ട്. ഞാൻ ഈ പറയുന്നത് എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കണക്കാണ്. ഇവിടെ ഈ 3 ബൾബിനും ഉള്ള പ്രതിരോധം ഇങ്ങനെയാണെന്ന് സങ്കല്പിക്കുക. ഒന്നാമത്തെ ബൾബിൻ്റെ പ്രതിരോധം 50 ഓം റെസിസ്റ്റൻസ് ഓഫ് ഫസ്റ്റ് ബൾബ്, അതായത് പവർ ഏറ്റവും കുറഞ്ഞതിന് 50 ഓം എന്ന് വിചാരിക്കുക. രണ്ടാമത്തേതിൻ്റെത് 25 ഓം, മൂന്നാമത്തേത് 10 ഓം. പവർ കൂടിയതിന് പ്രതിരോധം വളരെ കുറവാണ്, അപ്പോൾ ഇവിടെ 10 ഓം. ഇതിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 230 എല്ലാവർക്കും അറിയാം. ഇവിടെ അപ്ലൈ ചെയ്യുന്നത് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 100 വോൾട്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്നാമത്തേതിൻ്റെ പ്രതിരോധം 50 ഓം, രണ്ടാമത്തേതിൻ്റെത് എത്രയാണ്? 25 ഓം, മൂന്നാമത്തെ ബൾബിൻ്റെ എത്രയാ? 10 ഓം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വോൾട്ടേജ് എല്ലാത്തിനും ഒരുപോലെയാണ്, എല്ലാത്തിനും കിട്ടുന്നത് എത്രയാണ്? 100 വോൾട്ട്. അപ്പോൾ ഒന്നാമത്തേതിൻ്റെ കേസിൽ നോക്കിയേ, അക്കോർഡിംഗ് ടു ഓംസ് ലോ V is equal to I into R. അപ്പോൾ ഒന്നാമത്തെ ബൾബിൻ്റെ കേസിൽ 100 is equal to കറണ്ട് I into 50. അപ്പോൾ 100 is equal to I1 into 50. എത്ര അവിടെ ആൻസർ വരിക? കറക്റ്റ് 2. അപ്പോൾ ഇവിടെ ഐയുടെ സ്ഥാനത്ത് 2 ആംപെയർ. രണ്ടാമത്തേതിലോ 100 ഈസ് ഈക്വൽ ടു I2 ഇൻറ്റു 25. എത്രയാണ് അവിടെ ആൻസർ വരിക? കറക്റ്റ് 4 ആംപെയർ. മൂന്നാമത്തെ കേസിലോ 100 ഈസ് ഈക്വൽ ടു I3 ഇൻറ്റു 10. അപ്പോൾ എത്രയാണ് അവിടെ വരുന്നത്? 10 ആംപെയർ. അപ്പോൾ എന്താ മനസ്സിലായത്? കൂടുതൽ പ്രതിരോധമുള്ള ബൾബിലൂടെ കടന്നു പോകുന്ന കറണ്ട് വളരെ കുറവ്, 2 ആംപെയർ. അപ്പോൾ ഒന്നാമത്തെ ബൾബിലൂടെയുള്ള കറണ്ട് എത്രയായിരുന്നു? ഒന്നാമത്തെ ബൾബ് 40 വാട്ടിൻ്റെ ബൾബ്, അതിലൂടെയുള്ള കറണ്ട് 2 ആംപെയർ. റെസിസ്റ്റൻസ് അല്പം കൂടി കുറഞ്ഞ ബൾബ് 60 വാട്ട് ബൾബ്, അതിലൂടെയുള്ള കറണ്ട് എത്രയായിരുന്നു? 4 ആംപെയർ. റെസിസ്റ്റൻസ് ഏറ്റവും കുറഞ്ഞ, പവർ ഏറ്റവും കൂടിയ ബൾബ് 100 വാട്ട്, അതിലൂടെയുള്ള കറണ്ട് എത്രയായിരുന്നു? 10 ആംപെയർ. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലായത്? കറണ്ട് ഈസ് ഡിവൈഡഡ് എമംഗ് വേരിയസ് ബൾബ്സ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ബൾബിലൂടെ ഒരിക്കലും ഇത്രയും കൂടിയ 10 ആംപെയർ പോലുള്ള വൈദ്യുതിയൊന്നും കടന്നു പോകത്തില്ല. ഇവിടെ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ഗണിത പ്രശ്നം പറഞ്ഞത്, അതെപ്പോഴും ഓർമ്മിക്കുക. അപ്പോൾ വാട്ട് ഈസ് ടോട്ടൽ കറണ്ട്? ടോട്ടൽ കറണ്ട് I is equal to കറണ്ട് ത്രൂ ഫസ്റ്റ് ബൾബ്, കറണ്ട് ത്രൂ ഫസ്റ്റ് ബൾബ് I1 പ്ലസ് കറണ്ട് ത്രൂ സെക്കൻഡ് ബൾബ് I2 പ്ലസ് കറണ്ട് ത്രൂ തേർഡ് ബൾബ് I3. അപ്പോൾ I is equal to I1 പ്ലസ് I2 പ്ലസ് I3. അപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ കറണ്ട്, ഇഫക്റ്റീവ് കറണ്ട് ഇൻ ദ സർക്യൂട്ട് I is equal to I1 plus I2 plus I3. According to Ohm's law, I is equal to
V by R. How much is the current through first bulb? I1. I1 is equal to V by R1. How much current flows through second bulb? I2 is equal to V by R2. What about the current flowing through third bulb? I3 is equal to V by R3. What is total current or effective current in the circuit? I is equal to I1 plus I2 plus I3. That is equal to V by R1 plus V by R2 plus V by R3. If V is the applied potential difference to the circuit and R is the effective resistance of the circuit, then V by R is equal to V into 1 by R1 plus 1 by R2 plus 1 by R3. രണ്ട് സൈഡിലും V നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. അതായത് reciprocal of effective resistance is equal to sum of reciprocals of individual resistances. അത് റെസിസ്റ്റേഴ്സ് സമാന്തര രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ അവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വിൽക്രമം ഓരോ റെസിസ്റ്റൻസിൻ്റെയും വിൽക്രമത്തിൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. ഇവിടെ നമ്മൾ രണ്ട് റെസിസ്റ്റേഴ്സ് മാത്രമാണ് ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുക. ഇതുപോലെ രണ്ടെണ്ണം മാത്രം. അതാ നോക്കൂ, ഇതുപോലെ രണ്ട് റെസിസ്റ്റേഴ്സ്, ഇത് R1 ഇത് R2 മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. then what is effective resistance? 1 by R is equal to 1 by R1 plus 1 by R2. നമ്മളതിനെ LCM എടുക്കുമ്പോൾ എന്താ കിട്ടുക? 1 by R is equal to R1 plus R2 divided by R1 R2. R is equal to R1 R2 by R1 plus R2. നമുക്കൊരു സിമ്പിൾ പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. ഹിയർ resistance of first resistor 2 ohm, resistance of second resistor 4 ohm. What is effective resistance? R1 is equal to 2 ohm, R2 is equal to 4 ohm. 1 by R is equal to 1 by R1 plus 1 by R2. That is equal to 1 by 2 plus 1 by 4. is equal to LCM എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 1 by R is equal to 3 by 4. Then what is R? R is equal to 4 by 3. That is equal to 1.33 approximately. 1.33 ohm. നമ്മളിവിടെ ഉപയോഗിച്ച റെസിസ്റ്റൻസസ് എത്രയൊക്കെയാണ് വാല്യൂസ്? 2 ohm, 4 ohm. 2 is the smallest in the group. ഇവിടെ ഉപയോഗിച്ച രണ്ട് റെസിസ്റ്ററുകളിൽ ഏറ്റവും ചെറുത് 2 ohm ആണ്. പക്ഷേ നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കിട്ടി? 1.33 ohm. അതായത് ഇഫ് റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ, ഇഫക്റ്റീവ് resistance of the circuit is less than the smallest resistance in the group or in the circuit. അതായത് പ്രതിരോധകങ്ങളെ സമാന്തര രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം ആ സർക്യൂട്ടിലുള്ള ഏറ്റവും കുറഞ്ഞ പ്രതിരോധകത്തിൻ്റെ പ്രതിരോധത്തേക്കാൾ കുറവായിരിക്കും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. എൻ്റെ കയ്യിൽ 3 2 ഓം റെസിസ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 3 എണ്ണം. ഇതിൻ്റെ റെസിസ്റ്റൻസ് 2 ഓം, ഇത് 2 ഓം, ഇത് 2 ഓം. വാട്ട് ഈസ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്? 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3.
1/2 plus 1/2 plus 1/2. That is equal to 3/2. 1/r is equal to 3/2. What is r? 2/3. Here 3 stands for number of resistors. 2 stands for resistance of one resistor. 3 എന്ന് പറയുന്നത് പ്രതിരോധകങ്ങളുടെ എണ്ണം. 2 എന്ന് പറയുന്നത് 2 ഓം എന്ന് പറയുന്നത് ഒരു പ്രതിരോധകത്തിൻ്റെ പ്രതിരോധം. അപ്പോൾ നമുക്കതിനൊന്ന് പൊതുവായി പറഞ്ഞാലോ, ഇഫ് n resistors r ohm each are connected in parallel, effective resistance capital R is equal to small r by n. ക്ലിയർ ആവുമല്ലോ? നിങ്ങൾക്ക് ഒരു ചോദ്യം തരികയാണ്. 10 3 ഓം റെസിസ്റ്റേഴ്സ് സമാന്തരമായി ബന്ധിപ്പിച്ചാൽ ആ സർക്യൂട്ടിൻ്റെ സഫല പ്രതിരോധം എത്രയാണ്? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. 10 3 ohm resistors are connected in parallel. What is effective resistance? R is equal to small r by n. That is 3/10 is equal to 0.3 ohm. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് ചില ഗണിത പ്രശ്നങ്ങൾ, മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഒന്നാമത്തെ ചോദ്യം പറയുകയാണ്. എ 2 ohm and 4 ohm resistors are connected in parallel and 12 volt potential difference is applied. Find current in the circuit. 2 ohm പ്രതിരോധവും 4 ഓം പ്രതിരോധവും സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ സർക്യൂട്ടിന് 12 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുകയാണെങ്കിൽ ആ സർക്യൂട്ടിലെ കറണ്ട് എത്രയായിരിക്കും? അപ്പോൾ ഈ മാത്തമാറ്റിക്കൽ പ്രോബ്ലം നിങ്ങൾക്ക് നൽകുന്ന അസൈൻമെൻ്റാണ്. അടുത്ത ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഇത് ചെയ്തു കൊണ്ടുവരണം. ഓരോ ക്ലാസ്സിലുമുള്ള കാര്യങ്ങൾ, ഓരോ ക്ലാസ്സിലും നമുക്ക് ലഭിക്കുന്ന അറിവുകൾ എല്ലാം തന്നെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാവരും അക്കാര്യം ശ്രദ്ധിക്കുക, വളരെ നന്നായി പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.